ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മെയിനായിട്ട് പറഞ്ഞേക്കണ 1-2 വർക്കുകളുണ്ട്. ഒന്ന് നമുക്ക് ബാക്ക് ടയർ ഫുള്ള് തീർന്നിട്ടുണ്ട്, അത് മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക് ചെക്കപ്പാണ് പറഞ്ഞത്, ബ്രേക്ക് ലൈനർ തീർന്നിട്ടുണ്ട്, മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കഴിയണം. പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ ബസർ വർക്കിംഗ് അല്ല, അത് പിടിപ്പിക്കണേഴ്സ് പറഞ്ഞിട്ടുണ്ട്. സൈലൻസിൻ്റെ മുകളിലൊരു കവറ് പൊട്ടിയിരിക്കുന്നുണ്ട്. അത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണം കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ലൈനർ മാക്സിമം അഡ്ജസ്റ്റിങ് കഴിഞ്ഞാണ്. അഡ്ജസ്റ്റ് ചെയ്ത് മാക്സിമം ഈ ലെങ്ത്ത് വരെ എത്തിയിട്ടുണ്ട്. 2 ത്രെഡും കൂടി ചെയ്യാനുള്ളൂ. അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈനർ മാറ്റിയിടണമായിരിക്കും നല്ലത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ടയർ നമ്മൾ മാറ്റുന്നുണ്ട്. ടയർ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞേക്കണതാണ്. ട്യൂബ്ലെസ് മോഡൽ ടയറാണ് കിടക്കുന്നത്. പിന്നെ ഈ സൈലൻസിൻ്റെ ഈ പ്രൊട്ടക്ടറാണ് ചേഞ്ച് ചെയ്യുന്നത് അടുത്ത് പറഞ്ഞേക്കണത്. പിന്നെയുള്ളത് ഇൻഡിക്കേറ്ററിന് ഒരു ബസർ. ആ ഇൻഡിക്കേറ്റർ സിഗ്നൽ ഇടുന്ന സമയത്ത് സൗണ്ട് ഇല്ല, അപ്പോൾ അതൊന്ന് ബസർ പിടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് ഹെഡ്ലൈറ്റിൻ്റെ കംപ്ലൈൻ്റ് ആണ്. ഹെഡ്ലൈറ്റ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഇരിക്കുക. കാരണം ഈ ഹെഡ്ലൈറ്റ് കവറുണ്ടല്ലോ മൊത്തം പൊട്ടിപ്പോയേക്കാണ്. ഇപ്പോൾ മുകളിലത്തെ ലെഗൊക്കെ പൊട്ടി ടൈ ചെയ്തേക്കാണ്, അടിയിലത്തെ പൊട്ടിപ്പോയിട്ട് ഒരു പ്രാവശ്യം ക്ലാമ്പൊക്കെ ഇട്ട് പിടിപ്പിച്ചാണ് വീണ്ടും അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് ആയിപ്പോയേക്കാം. മൊത്തം കവറുകൾ എല്ലാ കാലും പൊട്ടിപ്പോയേക്കതാണ്. വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ തൽക്കാലം എന്തെങ്കിലും ഒരു സൂത്രപ്പണി എന്തെങ്കിലും ചെയ്ത് വയ്ക്കാം, പക്ഷേ അതൊരു ശാശ്വത പരിഹാരമല്ല. ഐറ്റം ഓർഡർ കൊടുത്ത് മാറ്റാം. 2 കേസുണ്ട്. ഒന്ന് നമുക്ക് ആക്റ്റീവ 110 മോഡലാണ്, കളറ് ഗ്രേ ആണ്. രണ്ടും ഈ പറഞ്ഞ രീതിയുടെ കളറിൻ്റെ പ്രോബ്ലം ഇതായതുകൊണ്ട് ബ്ലാക്കൊക്കെ ആണെങ്കിൽ ഓൾറെഡി അവൈലബിൾ ആയിരിക്കും. കളർ ഗ്രേ ആയതുകൊണ്ട് കിട്ടാൻ ഒരല്പം ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്ക് ഓർഡർ ചെയ്ത് ഇടാണെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് നോക്കാവുന്നതാണ്. അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് അന്വേഷിച്ച് നോക്കാം. ഈ ഗ്രേ ആയതുകൊണ്ട് തന്നെ ആരും എടുത്ത് വയ്ക്കില്ല. ബ്ലാക്ക് ആണെങ്കിൽ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ അത് നോക്കിയിട്ട് മേടിച്ച് മാറ്റിയാൽ തന്നെയാണ് അത് ക്ലിയർ ആവുള്ളൂ. ആ ഹാൻഡിൽ കവർ മാറ്റാം. ഈ ഹെഡ്ലൈറ്റിൻ്റെ അടിയൊക്കെ ലെഗ് പൊട്ടിയാനാണ്, അപ്പോൾ അത് സ്ക്രൂ ചെയ്തൊക്കെ പിടിപ്പിക്കാനാണ്. ഈ ഹാൻഡിൽ കവറും ഹെഡ്ലൈറ്റും മാറ്റി വെച്ച് കഴിഞ്ഞാൽ തന്നെയാണ് ആ പ്രോബ്ലം സോൾവ് ആവുള്ളൂ. തൽക്കാലം വലിയ ഇതില്ലാതെ ഹാൻഡിലൊക്കെ തിരിക്കുമ്പോൾ കയറി ലോക്കാവുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കിടന്നുകൊണ്ടിരിക്കുന്നത്. അതില്ലാത്ത രീതിയിൽ ഞാൻ എന്താ ചെമ്പമ്പി എന്തെങ്കിലുമൊക്കെ വെച്ചൊന്ന് കെട്ടി പിടിച്ചൊക്കെ വെക്കുക എന്തെങ്കിലും കേട്ടോ. അതാണ് ചെയ്യാൻ പറ്റുക. അതിന് ശേഷം സംഭവം ഓർഡർ കൊടുത്ത് മാറ്റിക്കളയുക. അതാണ് ഒരു പരിഹാര മാർഗ്ഗമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ്, ഇപ്പോൾ ടയർ ബ്രേക്ക് ലൈനറൊക്കെ വരുന്നുണ്ടല്ലോ, പ്രൊട്ടക്ടർ, ഇതെല്ലാം കൂടി ഒരു ഏകദേശം എസ്റ്റിമേറ്റ് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് ഡീറ്റെയിൽസും വീഡിയോ അടക്കം വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. നിലവിൽ ജനറൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ജനറൽ സർവീസൊക്കെ ആണെങ്കിലാണ് നമ്മൾ കോമൺ ആയിട്ട് എല്ലാ ഭാഗം ചെക്ക് ചെയ്യുള്ളൂ. ഇത് ഈ പറഞ്ഞേക്കണ പണി മാത്രമാണ് നമ്മൾ ചെയ്യുള്ളൂ കേട്ടോ. കാരണം ഈ പറഞ്ഞേക്കണ വർക്കുകൾ മാത്രമാണ് നമ്മൾ ചെയ്യണേ. അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. ഓക്കെ.